ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. നമ്മൾ ഇങ്ങനെ യാത്ര തന്നെയാണ്, ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരിട്ടിയിലൊരു ക്ഷേത്രത്തിലേക്ക് ചിത്രീകരണത്തിനായി പോവുകയാണ്. അപ്പം ഒത്തിരി പേര് നമ്മളോട് പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മാക്കത്തിൻ്റെ കഥ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഇതാ സുരേഷാറിനും കൂട്ടിയിട്ട് കേട്ടാ, നമ്മൾ മാക്കത്തിൻ്റെ കഥ പൂർത്തീകരിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം മാക്കത്തിൻ്റെ കഥ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കേൾപ്പിച്ചത് നമ്മൾ ഈ കിണറിൽ കൊത്തിയിട്ട ഒരു ആടുന്ന പോലും നമുക്ക് പറഞ്ഞുതരാം അല്ലേ പോകട്ടോ? കുറേ അങ്ങ് എടുത്ത് പോയാ. ആ അതെ അതെ ആ അങ്ങനെ പറയാം അല്ലേ? ആ അതെ അതെ ആ അതെ അതെ അപവാദം എന്ന് പറഞ്ഞു അവിടെയാണ് നമ്മൾ നിർത്തി. അപവാദമായിരുന്നു അന്നത്തെ അവർക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അവരുടെ ദുരവസ്ഥക്ക് കാരണമായ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. അതെ അതെ അപവാദം. അതെ. അപ്പോൾ ഈ അപവാദം പിന്നെ വന്നു. അപ്പോൾ ഈ അവരുടെ സഹോദരന്മാരൊക്കെ അവരുടെ സഹോദരന്മാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയാണ് അവിടെ അവർ കേൾക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മളെ വീട്ടുകാർ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സഹോദരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്കത് അവരെ എന്താ പറയാ, അവരുടെ ഈ യോദ്ധാക്കളല്ലേ പെട്ടെന്ന് തിളക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ മാത്രമല്ല ഈ പറയുന്ന നാത്തുമാരെന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വൈബ്രേഷൻ ഉണ്ടാവില്ല, ഭാര്യമാര് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരു തലയണ മന്ത്രം അങ്ങനെ പറയാം. അപ്പോൾ ആ തലയണ മന്ത്രത്തിന് പിന്നെ അവരത് ഭയങ്കര ഇതായി. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടിയാലോചിച്ചു. അപ്പോൾ കൂടിയ ആലോചനയിൽ പങ്കെടുക്കുന്ന ഈ ഇളയ പിന്നെ സഹോദരൻ അതിൻ്റെ അകത്ത് അവരെ കൂടെ അയാൾക്ക് ഇത് യോജിക്കാനേ പറ്റുന്നില്ല, നമുക്ക് ഇതിനെ യോജിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോഴാണ് പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എന്തൊക്കെയല്ലോ ഒരു കൂടാലോചന ആലോചിച്ചൊരു തീരുമാനം എടുത്തു. അവർ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൻ്റെ പുറത്തിലാണ് പിന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അവിടെ അന്ന് ആ കാലഘട്ടത്തിലായാലും ഈ കാലഘട്ടത്തിലായാലും ഏറ്റവും പേര് കേട്ട ഒരു ക്ഷേത്രമാണ് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം എന്ന് പറഞ്ഞത്. കൂത്തുപറമ്പിലാണ്. തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ വിളക്ക് കാണുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് ആ കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. വിളക്ക് കാണുക, അതിന് അവിടുത്തെ ഒരു വിളക്ക് കാണുക. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു മാക്കത്തിനോട് മാക്കി നമുക്കെന്നാൽ കോട്ടയം തമ്പുരാൻ ചെറിയൽ വിളക്ക് കാണാൻ നമുക്കിങ്ങനെ പോകണം എന്ന് പറഞ്ഞു. തൃക്കൈക്കുന്ന് നമ്മള് മഹാദേവ ക്ഷേത്രം തിരുവഞ്ചേരിക്കാവിന്റെ അടുത്ത് അല്ലേ, നേരെ ഇപ്പുറത്തെ ഭാഗത്ത്. അതിപുരാതന കാലത്തേ ഉള്ളത്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് കോട്ടയം തമ്പുരാന്റെ അധീനതയിലാണ്. നമ്മുടെ പഴശ്ശിരാജാവായിട്ട് പഴശ്ശിരാജയുടെ അധീനതയിലുള്ള ഈ മാക്കത്തിന്റെ കഥ ഏകദേശം എത്ര കാലപ്പഴക്കുണ്ടാവും? ഈ നമ്മളെ ചെർക്കൽ കോവിലത്തെ ഇത് ഇരുവേരി പുലിക്കാവ് അല്ലേ? ഇതാണ് ഇരുവേരി പുലിക്കാവ് അല്ലേ? അതായത് മാക്കത്തിന്റെ ഈ കഥയിൽ പറയുമ്പോ നമ്മളത് പഴശ്ശിരാജാവിന്റെ ആ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഏകദേശം വരും അല്ലേ? ഇന്ന് നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്ന എല്ലാ അമ്പലങ്ങളിലും മാക്കം പോയിട്ടുണ്ട്. അതാ പറഞ്ഞേ. അപ്പൊ ആ ക്ഷേത്ര കാലഘട്ടം തന്നെയാണ് ഇവരുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് നമുക്ക് പറയാം. പിന്നെ ചാലഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയാണെങ്കിലും എല്ലാം ഇവിടെ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും ഇവര് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവര് പിന്നെ ഈ മാക്കത്തിനോട് പറയും, മാക്കെ നമുക്കിങ്ങനെ കോട്ടയം ചെറിയ വിളക്ക് കാണാൻ വേണ്ടി പോകണം, അതുകൊണ്ട് നീ അതിന് വേണ്ടി ഒരുക്കങ്ങളെല്ലാം റെഡി ആയിക്കോന്ന് ഇവർ പറഞ്ഞു. സഹോദരന്മാർ പറഞ്ഞു. അപ്പോൾ സഹോദരന്മാർ പറയുന്നത് മാക്കത്തിനും അവർക്കും അറിയാലോ, ബുദ്ധിമുട്ടുള്ള സ്ത്രീയല്ലേ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി, ഇത് നമ്മൾ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള യാത്രയാണ്, ഒരു അന്ത്യയാത്രയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതെന്തായാലും മനസ്സിലാവുമല്ലോ, ഓരോ വ്യത്യാസങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ സ്ഥലത്തിന് പേരാണ് ആർബി മുട്ട. അപ്പോൾ പിന്നെ അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പിന്നെ മാക്കം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ മാക്കത്തിന്റെ വസ്ത്രങ്ങൾ അവരും മക്കളും ഉപയോഗിച്ച വസ്ത്രങ്ങൾ മുഴുവനും അവിടുന്ന് അവർ ആരും അറിയാത്ത തീ വിട്ട് നശിച്ചു. മാക്കത്തെ രണ്ട് മക്കൾ, ഒരാണും ഒരു പെണ്ണുമാണ് അവർക്കുള്ളത്. അപ്പൊ ഈ വസ്ത്രങ്ങളെല്ലാം അവര് ഇത് കത്തിച്ചു കളഞ്ഞു. മാക്കം തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മുഴുവനും കത്തിച്ചു. കാരണം ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തിട്ട് തിരിച്ചു വരവില്ല എന്നുള്ള കാര്യം അറിയായിരുന്നു. അവർക്ക് മനസ്സിലായി.
അങ്ങനെയാണ് അവരവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. അതായത് കുഞ്ഞിമംഗലത്ത് നിന്ന് കൂത്തുപറമ്പിലേക്ക് കാൽനടയായിട്ടുള്ള യാത്രയാണ്. അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല അന്ന് മറ്റേ വണ്ടി ഉണ്ടാവുമല്ലോ, മുരും വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാലും കാൽനട യാത്രയുടെ ആവാനാ സാധ്യത. കാരണം ഇവർക്ക് ബഹുമാനപുരസ്സരമുള്ള യാത്രയല്ലല്ലോ. ഇവരെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ. ഈ കുട്ടികളെയും കൂട്ടി 2 കുട്ടികളെയും ഈ പറഞ്ഞ മാസം 3 പേരും പ്ലസ് 12 ആള് അനുയായികളുണ്ടായിരിക്കാം. അനുയായികളുണ്ടാവും. അങ്ങനെ അവർ ഇങ്ങനെ നടന്ന് അവിടെ പുറപ്പെട്ട സമയത്താണ് എല്ലാ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നത് നമ്മുടെ മാക്കും സഹോദരന്മാരോട് ആവശ്യപ്പെടും. അങ്ങനെയാണ് അവർക്ക് നമ്മുടെ പിന്നെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അവിടെ മുതൽ കടമ്പേരി അമ്പലം പിന്നെയുള്ള പല ക്ഷേത്രങ്ങളിൽ പിന്നെ രാജരാജേശ്വരൻ്റെ അടുത്ത് എല്ലാ കളരിവാതിക്കലും മാടായിക്കാവലമ്മേൻ്റെ അടുത്ത് കളരിവാതിക്കവിടെ വന്നുപോയിന്നേ ഉള്ളൂ അല്ലേ? നല്ലത് വന്നുപോയി. കളരിവാതിക്കും ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇല്ല ഈ സാധാരണ സ്ത്രീയായി നിൽക്കുന്ന ഈ മനുഷ്യനായി നിൽക്കുന്ന ആ കാലയളവിൽ ക്ഷേത്ര ദർശനം നടത്തി അത്രേ മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ മനോവേദന മനോദുഃഖമാണല്ലോ വന്നതിനുള്ളൊരു ദുഃഖവും അതിനോടനുബന്ധിച്ച് വരുന്ന ഈ സംഭവ വികാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ മരണപ്പെടും അല്ലെ കൊല്ലപ്പെടും എന്നുള്ള കാര്യം അവർക്ക് ബോധ്യം വന്നല്ലോ. അപ്പോൾ അവർക്ക് സ്വമേധയാ ഈ ബോധ്യം വന്ന സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വേദന ഉണ്ടാവുമല്ലോ, എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല സഹോദരന്മാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന അവരുടെ സ്വഭാവ വൈകൃതം, സ്വഭാവത്തിൻ്റെ ഒരു പോരായ്മല്ലോ, സത്യം അന്വേഷിക്കാൻ അവർ തയ്യാറായില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. വല്ലാത്ത അപ്പോൾ അവർ ചാല അമ്പലത്തിലെത്തി നോക്കുമ്പോഴാണ് അവർക്ക് ദാഹമുണ്ടായി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊന്നും ഈ സാമുദായികമായിട്ട് വേറൊരു സമുദായത്തിൻ്റെ അടുത്ത് പോയിട്ട് അവരൊന്നും വെള്ളം കുടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യും. അങ്ങനെയാണ് ചാല എന്നുള്ള ഒരു നമ്പ്യാർ ഫാമിലിൻ്റെ വീട്ടിൽ ഇവർ പോവുകയും അവിടെ പോയിട്ട് വലിയൊരാളെ കൊട്ടാരം തന്നെ അല്ലേ എൻ്റെ വീട്. എന്നോട് ആരും പറഞ്ഞു, ഒരിക്കലും എന്നോട് നമ്മളെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് ഷാജിയായിട്ടും പറഞ്ഞു നമ്മളോട് തെയ്യം കെട്ടുന്നേ. വള്ളവും കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൽ അവരായിരുന്നു മുമ്പിട്ട് പിന്നെ അവിടുത്തെ പിന്നെ ചണ്ടിയും ബാധ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ. കൂത്തുപറമ്പാണ് ഷാജിയാട്ടൻ. പറഞ്ഞോളൂ. അപ്പോൾ നമ്പ്യാർ വീട്ടിൽ പോയിട്ട് അപ്പോൾ നമ്പ്യാർ ഫാമിലിൻ്റെ വീട്ടിൽ പോയി പിന്നെ ഇവർ പിന്നെ ഇത് കുടിക്കാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു ചാലയിലമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉടമസ്ഥ. അപ്പോൾ ചാലയിലമ്മ എന്ന് പറയുന്ന ഇവർക്ക് പിന്നെ ഇവരുടെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഒരു സാധാരണ ആളല്ല ഒരു കാര്യം മനസ്സിലാവും. കാഴ്ചയിൽ തന്നെ ഉണ്ടാവുന്ന അട്രാക്ഷൻ. അപ്പോൾ ഈ പറയുന്ന അമ്മക്കും മക്കൾക്കും ചാലയിലമ്മ നറുപാല്, അത് പശുവിൻ്റെ പാല്, കറന്നെടുത്ത പശുവിൻ്റെ പാലാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അതിന് പിന്നെ ആ പാല് വെള്ളത്തിന് പകരം പാല് കൊടുത്തു. അപ്പോൾ അമ്മരുടെ ഒരു പാല് കൊടുത്തു. അപ്പോൾ ഈ പാല് കൊടുത്ത് പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ മാക്കത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന അവരുടെ മാല, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പാലക്ക മാല അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്വർണ്ണമാല ഇവർ ഈ മുരുടയിലിട്ട് കമഴ്ത്തി വെച്ചു. അതായത് പണ്ട് നമുക്കിവിടെ ഒരു വ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനം ഒരാൾക്ക് നിന്ന് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് വെറുതെ കാലിപാത്രം കൊടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ. ഇന്നും ചില ആളതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ തിരിച്ച് വെറുതെ കൊടുക്കില്ല. അപ്പോൾ അതിന് പകരം അതൊക്കെ ഈ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അങ്ങനെയാ വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആവശ്യം മാത്രം നടത്തിയാൽ നമ്മൾ മറ്റുള്ളവർ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം നമ്മളെ കാര്യം നോക്കി ഒരിക്കലും ജീവിക്കരുത്. നമ്മൾ മറ്റുള്ളവരെയും കൂടി ഇതാക്കണം. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതിർത്തി പറഞ്ഞു, അല്ല പറയുമ്പം പറഞ്ഞു എന്ന് മാത്രമേ, വേറെ തെറ്റിദ്ധരിക്കണ്ട. ഈ അതിർത്തിയും കാര്യങ്ങളും പറയുന്നു. ഈ അതിർത്തിയും കാര്യങ്ങളും പറയാം. ഇപ്പം മതിൽ കെട്ടുന്നു, വേർതിരിക്കുന്നു. അപ്പോൾ ഒരു കല്ല് വരെ ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കല്ല് എന്താ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വിടുക. ചെറിയൊരു വഴിക്ക് വിട്ടില്ലേ അങ്ങോട്ട് അപ്പുറപ്പുറം പോകാൻ വിടാണ്ട്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഇപ്പം എന്തായി? അതിർത്തിയുമില്ല, വരമ്പുമില്ല, ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. നിങ്ങൾ പഠിച്ച സ്കൂൾ വരെയില്ല അല്ലേ? ഒത്തിരി ഓർമ്മകളായ പാട്ടുകളിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ആ കുട്ടികൾ ആ നാട്ടിനെ വർണ്ണിച്ച് പറയുന്ന പാട്ട് അത്ര മനോഹരമെന്നറിയാം. പക്ഷെ അതൊന്നും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കുറേ ആ സ്ഥലത്തിനെ പറ്റിയുള്ള പാട്ടുകൾ വെച്ചിട്ടുള്ളത്. അപ്പം ബാക്കി പറഞ്ഞോളൂ. അത് കൾച്ചർ എന്നൊരു സാധനം നമ്മൾ അതാണ് കൾച്ചർ, പൈതൃകം, അങ്ങനെയൊക്കെ ഒരു സമാനതകൾ. ഇതൊന്നും ആർക്കും നമ്മൾ പോവാം.
അനുകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് സംസ്കാരം നമ്മൾക്കുണ്ട്. അതായത് നമ്മുടെ ഭാരതീയരായാലും കേരളത്തിലായാലും ആ ഒരു സംസ്കൃതിയുടെ അടയാളം കൂടിയാണ് അത്. അപ്പോൾ നമ്മൾ കാലിപ്പാത്രത്തിന് പകരം അവർ ആ ഒരു മാല അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഞാനിത് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. തിരിച്ചു വരികയാണെങ്കിൽ ഞാനിത് വാങ്ങിച്ചോളാന്ന് അങ്ങനെ മാക്കം പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വീണ്ടും അവിടുന്ന് പുറപ്പെട്ട് ചാലക പിന്നെ നമ്മളെ പനിനീരി അമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് കയറി. അവിടെ കയറി പിന്നെ പനിനീരി അമ്പലം അവിടെ കയറി. പനിനീരി അമ്പലം നമ്മളിപ്പോ കാടൂർ പാലം അതുവഴിയാ വന്നത്. പനിനീരി അമ്പലം ശിവക്ഷേത്രം പുനർനിർമ്മാണം നടക്കുന്നത്. അപ്പൊ പനിനീരി അമ്പലം പനിച്ചിക്കാവ് അത് കഴിഞ്ഞിട്ട് ഈ ഏരിയയിൽ ഫുള്ളായിട്ട് വിഷ്ണു ക്ഷേത്രമാണല്ലോ കൂടുതൽ. ഈ ഏരിയ ഇപ്പം പോകുന്ന വഴിക്കല്ലോ അവിടെ വിഷ്ണു ക്ഷേത്രം. ആ ക്ഷേത്രം നമ്മൾ ക്ഷണിച്ചിരുന്നു. അത് അതിപുരാതന കാലത്തെ ക്ഷേത്രം. അത് മുഴപ്പാലെത്തിയില്ലേ? പനിച്ചിക്കാവിൽ കയറി. പിന്നെ നമ്മൾ കാടാച്ചിറ മാവിലാക്കാവ് നമ്മൾ പണിയെടുത്ത മാവിലാക്കാവിൽ കയറി. പിന്നെ പെരളശ്ശേരി അമ്പലം. ഇങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും കയറി തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാക്ക പോകുന്നത്. അങ്ങനെ അവർ ആ യാത്രയിലെത്തിയപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് അവരെത്തി. അതായത് അച്ചങ്കരപ്പള്ളി അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അച്ചങ്കരപ്പള്ളിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അച്ചങ്കരപ്പള്ളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ ഇവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതൊരു വിജനമായൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കിണറും കണ്ടു. കിണറെന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് മൂത്ത ആങ്ങള ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമ്മുടെ പിന്നെ കിണറിനകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാക്കേ ഈ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എത്ര മനോഹരമായ ചന്ദ്രനെയാണ് ഇവിടെ കാണുന്നത്. എപ്പോൾ ഉച്ചക്ക്. അപ്പോൾ നട്ടുച്ചക്ക് ചന്ദ്രബിംബം കിണറിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചതിയാണല്ലോ. അപ്പോൾ ഇവർ പറയുമ്പോൾ മാക്കത്തിൽ നോക്കാതിരിക്കാൻ പറ്റില്ല. അവരത് ഉപയോഗിച്ച തന്ത്രവും ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ മാക്കം ഇത് പിന്നെ കാണാൻ വേണ്ടി ഇരുന്ന വ്യാജേന ഈ കുളത്തിലേക്ക് തലയിട്ട് എത്തി നോക്കിയപ്പോൾ പുറകിൽ നിന്ന് കഴുത്ത് കൊത്തി വേർപ്പെടുത്തി. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് മാക്കത്തിന് പിന്നെ അവരത് വധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് അലറി വിളിച്ച മക്കളുണ്ടല്ലോ, ഉണ്ടാകുന്നല്ലോ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇത് കണ്ട് അളന്ന് പിന്നെ കരഞ്ഞ ഈ രണ്ട് മക്കളെയും ഇവർ തന്നെ നിഷ്ഠൂരമായിട്ട് നിർത്തി അവരതിൻ്റെ അകത്ത് കിട്ടപ്പെടാൻ പറ്റും. അപ്പോൾ 3 ഹത്യ നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഇവരൊരു വല്ലാത്തൊരു കരച്ചിൽ ഇവർ കേൾക്കും. ഇവിടെ ആരാണിപ്പോൾ ഉള്ള ആ ഒരു വിഷമം ഇതുണ്ടാവില്ല, ഈ കാട്ടിൽ ആരാന്നുള്ളത്. അപ്പോഴാണ് ഈ നമ്മുടെ ഇവരുണ്ട് അടിയാനായിരിക്കുന്ന ഒരാള് ഈ പിന്നെ നമ്മളെ ഈ കശുവണ്ടി വെറുക്കാൻ വേണ്ടി വന്ന ഒരു അടിയാൻ. അപ്പൊ അവർക്ക് മാവിലോൺ എന്നാ പറയാ. മാവിലോൺ അത് നമ്മളെ സമുദായത്തിൽ താഴ്ന്ന ആള് അടിയാൻ എന്നുള്ള ആ ഒരു വ്യവസ്ഥ. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടിട്ട് ആകെ പൊട്ടി കരഞ്ഞു. ഈ നിഷ്ഠൂരമായിരിക്കും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കരഞ്ഞു. അപ്പോൾ തന്നെ ഇവർ 12 പേരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ആയാലും പിടിച്ചു. അപ്പോൾ ഒരു തെളിവ് നശിപ്പിക്കാന്നുള്ള രീതിയിൽ, സാക്ഷി വേണ്ടെന്നുള്ള രീതിയിൽ ഈ വ്യക്തിനെ അവർ കൊത്തിയിട്ട് ഈ കിണറിൽ. അപ്പം അങ്ങനെ 4 ഹത്യയാണ് ആട് നടന്നത്. അപ്പോൾ ഇത്രയും ആള് മരണപ്പെട്ടു കഴിഞ്ഞല്ല. അവർ ഉദ്ദേശിച്ചത് എന്താണോ ഈ ആ കാര്യം അവർ നടത്തി തിരിച്ചു വന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ അതിഭീകരമായ ശബ്ദത്തോടു കൂടി ഈ കിണറിൽ നിന്നൊരു തീജ്വാല പുറത്തു വരികയും ആ തീജ്വാല പുറത്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെ കണ്ണകി ചെറുതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു സംഗതിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വരിക. അത് നമുക്ക് അങ്ങനെ അത് കണക്കൂട്ടാം. അത് കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുങ്ങല്ലൂർ അമ്മൻ്റെ ചരിതവും ഇപ്പം ഇതുപോലെ ചിലപ്പതികാരം എന്നാണ് അതിൻ്റെ കഥയുടെ പേര്. ചിലപ്പതികാരത്തിലേക്ക് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ സെയിം സംവിധാനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരേ കാര്യം, ഒരേ കൺസെപ്റ്റാണ്, ഒരു വ്യത്യാസം. അപ്പോൾ ഈ കിണറിൽ നിന്ന് ഇവർ അഗ്നിജ്വാലയായിട്ട് പുറത്തു വരികയും ഈ പറയുന്ന കടാങ്കോട് തറവാട് എന്ന് പറയുന്ന തറവാട് പൂർണ്ണമായിട്ടും കത്തിച്ചാമ്പലായി പോവുകയും അതിലുള്ള പറഞ്ഞ 11+11 22 പേരും അവിടെ നിന്ന് അവർ മരണപ്പെടുകയും ബന്ധു മരിക്കുന്നു. ഈ വീട്ടിനുള്ളിൽ ബന്ധു മരിച്ചു. അതായത് 11. അപ്പോൾ ഇളയ ആങ്ങളെയും പ്ലസ് അവരുടെ ഭാര്യയും ഒന്നും സംഭവിക്കാതെ അവർ സംരക്ഷിക്കപ്പെട്ടു. മറ്റ് 11+11 ഇതിൻ്റെ അകത്ത് ഇവരെ തറവാട്ടിൽ വെച്ചിട്ട് അന്നേ ദിവസം രാത്രി തന്നെ മരണപ്പെടുകയാണ്. അപ്പോൾ അത് ഒരു ദുരന്തമായില്ലേ, ആ നാട്ടിലോ അല്ലെ ആ വീട്ടിലോ അല്ലെ ആ ഒരു സമുദായത്തിലോ ഒരു ദുരന്തമായിട്ട് അത് മാറി.
അപ്പോൾ അന്ന് രാത്രി ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ശാലയിൽ നമുക്ക് സ്വപ്നദർശനം ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇരിക്കാനുള്ള സംവിധാനം നിങ്ങളാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ശാലയിൽ നമുക്ക് സ്വപ്നം കാണും. അപ്പോൾ ഈ അതായത് ഈ മാക്കം എന്ന് പറയുന്ന ഈ അവർ ദേവീ ചൈതന്യത്തിലേക്ക് ദൈവക്കരുവായിട്ട് മാറി. അപ്പോൾ അവര് പിന്നെ മക്കളും ദൈവക്കരുവായിട്ട് മാറി. 2 മക്കൾ ചാത്തു ചീരു ദൈവക്കരുവായിട്ട് മാറി. പിന്നെ നമ്മളെ മാവിലു എന്ന് പറയുന്ന ആ വ്യക്തി, അത് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ പോലും അവരുടെ ആത്മചൈതന്യത്തിന്റെ പ്രഭാവം കൊണ്ട് അല്ല അവർക്ക് ഒരു സാക്ഷിയാവാൻ വേണ്ടി കണ്ട ഒരാൾ വേണമല്ലോ എന്നുള്ള രീതിയിൽ അവരും പോലും ആ ഒരു സത്യത്തിന്റെ ഭാഗമായിട്ട് തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം. കാരണം സത്യം എപ്പോഴും നിലനിൽക്കുന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. നിങ്ങൾ എങ്ങനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് മൂടിവെക്കപ്പെടില്ല, സത്യം പുറത്തു വരും. അപ്പോൾ ഈ നമ്മുടെ ചാലയിലമ്മ എന്ന് പറയുന്ന ഇവർക്ക് അത്രയും പെട്ടെന്ന് തന്നെ പടിഞ്ഞാറ്റ നിർമ്മിച്ചവർക്ക് അവിടെ പ്രതിഷ്ഠ ചെയ്ത് അവിടെ കളിയാട്ടം തെയ്യം എന്നുള്ള രീതിയിൽ ഈ മാക്കത്തിൽ ആചരിച്ച് നിലനിർത്തി. ആദ്യം വീട്ടിനകത്തായിരുന്നു. ഇപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന വീട്ടിൻ്റെ മുറ്റത്തേക്ക് ശ്രീകോവിൽ പണിത് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം വർഷത്തിൽ എത്ര അനവധി തെയ്യം നേർച്ചയായിട്ട് വരുന്ന ഒരു സങ്കേതമായിട്ട് അത് മാറിയിട്ടുണ്ട്. അനവധി ആൾക്കാർ. അപ്പോൾ അവിടെ പറ്റുള്ള പ്രാർത്ഥന കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ഉള്ള പ്രാർത്ഥനയാണ് അവിടെ ഏറ്റവും കൂടുതൽ അവിടെ നടക്കാറ്. ഏറ്റവും കൂടുതൽ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അവിടെ നടക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവർക്ക് ഇത് ഇങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിനാ ഒന്നിലെ രക്തബന്ധല്ലേ, നമുക്കെങ്ങനെ ചെയ്യാൻ തോന്നുക? ഒരു അമ്മേൻ്റെ വയറ്റിൽ ജനിച്ചു കൂട്ടറല്ലേ, അപ്പോൾ നമുക്കെങ്ങനെ ചെയ്യാൻ തോന്നുക? നമ്മളെല്ലാം നമ്മളെ കൂടപ്പുറപ്പുള്ള പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്നു അല്ല. ഞാൻ പറയാം, അത്രത്തോളം പറയില്ല. അവർ സ്വന്തം ഇത്രയും ആൺകുട്ടികളുടെ ഇടയിൽ നിന്നൊരു പെൺകുട്ടി ഉണ്ടാവുക, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നു അല്ലേ? പക്ഷെ അതിന് സ്വന്തം ചോരയല്ലേ, അങ്ങനെ നമുക്ക് തോന്നിയെന്നുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ പിന്നെ ഈ കഥകൾ പിന്നെ അങ്ങനെ പുറത്ത് ലീക്ക് വന്നു? അല്ല, കഥകളി പിന്നെ ഇതിവൃത്ത പാടി വരുമല്ലോ എന്ത് തന്നെ. കാരണം ഈ പറയുന്ന അത് ഒരു തെളിവ് കൂടി വെക്കാണ്ടല്ലേ നിഗ്രഹിച്ചത്. അല്ല, ഈ പറയുന്ന ദൈവക്കരുവായിട്ട് മാറിയിരിക്കുന്ന മാക്കം എന്ന് പറയുന്ന വ്യക്തിയുടെ ദൈവക്കരുവായിട്ട് ഇവിടെ ഉണ്ടല്ലോ, അവരിലൂടെ സത്യം പുറത്ത് വരുമല്ലോ, എന്തായാലും വരുമല്ലോ. അപ്പം നമ്മളിപ്പം ഇതിനൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു ഗവേഷണാടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും, എല്ലാം നമുക്ക് കിട്ടും. കാരണം നമ്മളിപ്പം പിന്നെ ഈ പറയുന്ന കുഞ്ഞിമംഗലം പോയി കഴിഞ്ഞാൽ അവിടെ തറവാടുണ്ട്. ആ തറവാടിനകത്ത് കഴിഞ്ഞാൽ അവിടെ മാക്കമുണ്ട്. ഈ മാക്ക സഞ്ചരിച്ച എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട്. അച്ചങ്കരപ്പള്ളിയുണ്ട്. അച്ചങ്കരപ്പള്ളിയിലുള്ള ഈ നമ്മൾ പറയുന്ന അവരെ കിണർ മാത്രമേ ഇന്ന് കാണാണ്ടുള്ളൂ, ശേഷിപ്പില്ലാതെയുള്ളത്. അത് റോഡിലേക്ക് പോയി. മറ്റ് നമ്മളിതിൽ പറയുന്ന തോറ്റമ്പാട്ടിൽ പാടിപ്പതിഞ്ഞിരിക്കുന്ന തോറ്റമ്പാട്ടിൻ്റെ അടിസ്ഥാനം, തോറ്റമ്പാട്ടിൽ പാടിപ്പതിഞ്ഞിരിക്കുന്ന എല്ലാ തെളിവുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പിന്നെ നിഷ്ഠൂരമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടുത്തുണ്ടാവുന്ന ഒരു സാധനം, ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞതിൽ വിശ്വസിക്കാതെ അല്ല അവരോട് അനുകൂലിക്കാത്ത ആളാണ് ഈ പറഞ്ഞ ഒരു സഹോദരനും ഒരു സഹോദര ഭാര്യയും. അപ്പോൾ അവരുടെ ഭാര്യയുടെ വീട് നമ്മൾ ഇന്നത്തെ കൂടാളി എന്ന് പറയുന്ന കുംഭം, കൂടാളിയിലൊരു കുംഭമുണ്ട്. ആ കുംഭം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ഈ പിന്നെ സഹോദര ഭാര്യയുടെ വീട്. അപ്പോൾ ആ വീട്ടിൽ ആണ് പിന്നീട് ദേവി അങ്ങ് പോയത്, അവരുടെ വീട്ടിൽ. അവിടെ ഇന്നും അവർക്ക് അവരുടെ ആ വീടിൻ്റെ പടിഞ്ഞാറ്റയിൽ മാക്കം പോവുകയും അവർ ഈ മാക്കത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ഭഗവതിക്ക് ഒരു അമ്പല വ്യവസ്ഥയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ദേവീ പ്രതിഷ്ഠ, അതായത് ബിംബപ്രതിഷ്ഠ നടത്തിയിട്ട് അങ്ങനെ ഒരു അമ്പല വ്യവസ്ഥയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴാണ്. അവിടെയും തെയ്യം നടക്കുന്നുണ്ട് വർഷത്തിൽ. പക്ഷെ അമ്പല വ്യവസ്ഥയാണ് അടുത്ത കാര്യം. ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ ഈ തീയിട്ടെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അത് ചിലപ്പോൾ ഒരാങ്ങളെയും ഭാര്യയും ഒഴിഞ്ഞു പോയി പറഞ്ഞില്ലേ, ചിലപ്പോൾ ആങ്ങളെ ചെയ്തെങ്കിലും അല്ല സംശയം പറഞ്ഞു മാത്രം. എങ്ങനെയാ ഇല്ലം തീയിട്ടത് വീട്? അതുകൊണ്ട് പറഞ്ഞു മാത്രം.